ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. മെയ് 31 അമ്മയുടെ റിട്ടയർമെൻറ്റ് ഡേ ആണ്. അങ്ങനെ റിട്ടയർമെൻറ്റ് പാർട്ടിയൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങളിങ്ങ് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ റെഡിയായി ഓഫീസിൽ പോകാനായിട്ട്. അപ്പം അച്ഛനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അച്ഛൻ റിട്ടയർ ചെയ്ത് അന്ന് തൊട്ട് കൊണ്ടുവിടുന്നതും വൈകിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ അച്ഛനാണ്. അപ്പോൾ ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഈ ക്രീം കേക്ക്സ് ഒന്നും വലിയ ഇഷ്ടമല്ല. ഇതുപോലെ ടീ കേക്ക്സ് ഉണ്ടല്ലോ, നമുക്ക് വെറുതെ ക്രീമൊന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് കഴിക്കുന്ന കേക്കുകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ബട്ടർ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാന് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാനാണ്. റൗണ്ട് ഷേപ്പിലുള്ളതോ സ്ക്വയർ ആയിട്ടുള്ളതോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ കേക്ക് പാൻ എടുക്കാം. ഇനി ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, പിന്നെ ഒരു 2 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉപ്പുള്ള ബട്ടർ, അതായത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഇപ്പോൾ ചേർക്കുന്ന ഈ ഉപ്പ് ഒഴിവാക്കിയാൽ മതി കേട്ടോ, ചേർക്കണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് അരിച്ചെടുത്താലും നല്ലതാണേ. ഇനി കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 200 ഗ്രാം ബട്ടർ വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടറൊന്നും ഉപയോഗിക്കരുത്. നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ബട്ടറിന് പകരം എണ്ണ യൂസ് ചെയ്യാമോയെന്ന്. പക്ഷേ ഇതിൽ നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് എന്താ പറയുക, ബട്ടർ കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ തന്നെ ഉപയോഗിക്കണം. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറും പഞ്ചസാരയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൈവച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് കൂടുതൽ സമയം നമ്മളിത് ബീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീം ആക്കി എടുക്കുക. നമ്മൾ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ചെയ്തെടുക്കണം. അതാണ് ഈ കേക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് കിട്ടണമെങ്കിൽ ബട്ടറും പഞ്ചസാരയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ പഞ്ചസാരയും ബട്ടറും ഒക്കെ ഇങ്ങനെ തെറിച്ച് സൈഡിലൊക്കെ പോയിരിക്കും. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെയും ബീറ്റ് ചെയ്യാനായിട്ട്. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ വേണം ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാൻ നല്ല ഹൈ സ്പീഡിൽ ചെയ്തതാണ്. ഇപ്പോൾ ബീറ്റർ ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഓരോന്നായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ നല്ലപോലെ ക്രീമാക്കി വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അത് ഒത്തിരി ഒന്നും പോവാതെ ജസ്റ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത മുട്ടയൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ മുട്ട ചേർത്തത് മിക്സ് ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞ് ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെയാണ്, കേടായി പോയതൊന്നും അല്ല. പിന്നെ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, അപ്പോൾ 4 മുട്ടയും ചേർത്തു. ഇനി ഇതിനകത്തേക്കൊരു 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആ വാനില ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൈദയും, ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദയും, പിന്നെ ഇവിടെ ഒരു 80 ml, അതായത് 1/3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് രണ്ടും കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മൈദ ചേർത്ത് മിക്സ് ചെയ്യാം. ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യരുത്. കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല.
ജസ്റ്റ് ഒന്ന് മിക്സായി കഴിയുമ്പം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൈദ 3 പ്രാവശ്യമായിട്ടും പാൽ 2 പ്രാവശ്യമായിട്ടും ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അവസാനവും മൈദ ചേർക്കണം. അപ്പോൾ എല്ലാം ചേർത്ത് ബീറ്റ് ചെയ്ത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിലോ താഴെയൊക്കെ മൈദയൊക്കെ മിക്സ് ആവാതെ കിടപ്പുണ്ടെങ്കിൽ അതും കൂടി പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യല്ലേ. ഓക്കെ, അപ്പം ബാറ്റർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രീമി ആയിട്ടുള്ളതാണ്. അത് നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഇത് തന്നെ ഓവനിൽ വെച്ചിട്ട് ഒരു ഏകദേശം 35 മുതൽ 40 മിനിറ്റ് വരെ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു പാൻ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന പാത്രമാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് വെക്കാം. ഇനി ഇതൊരു 35 മുതൽ 40 മിനിറ്റ്, ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, എനിക്കിത് കറക്റ്റ് 40 മിനിറ്റിൽ റെഡിയായി കിട്ടി, ബേക്കായി കിട്ടി. നിങ്ങൾ ഉപയോഗിക്കുന്ന കേക്ക് ടിന്നിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിന് ബേക്കിംഗ് സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പരന്ന പാനൊക്കെയാണ് കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 25-30 മിനിറ്റിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ അതിനനുസരിച്ചൊന്ന് നോക്കുക. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളിപ്പോൾ അമ്മേനെ വിളിക്കാനായിട്ട് പോവാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഓഫീസിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അമ്മ വരാനായിട്ട്. അപ്പോൾ അമ്മ വരുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത്. പക്ഷേ അമ്മ അതിന് മുന്നേ എനിക്ക് ഓഫീസിലോട്ട് പോവേണ്ടി വന്നു, അമ്മയുടെ കൊളീഗ്സൊക്കെ വിളിച്ചിട്ട്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ബട്ടർ കേക്കിൽ ഞാൻ കുറച്ച് ക്രീമും കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ജസ്റ്റ് അമ്മ കട്ട് ചെയ്യുന്ന ഒരു കേക്കല്ലേ, അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു കേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഈ ബട്ടർ കേക്കൊക്കെ എപ്പോഴും കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതായത് നന്നായിട്ട് തണുക്കണം, ഒട്ടും ഒരു ചൂടുണ്ടാവരുത്. നമ്മൾ 4 മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചെങ്കിലും ചൂടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്, കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്, മുകളിൽ മാത്രം കേട്ടോ. കട്ട് ചെയ്യുന്നൊന്നുമില്ല, സൈഡിലൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒരു കാണാനൊരു ഇതിനായിട്ട് മാത്രം കുറച്ച് ക്രീം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അച്ഛനൊക്കെ ഇത് കഴിക്കുമ്പോൾ ശരിക്കും ഈ ക്രീമും മാറ്റിയിട്ടായിരിക്കും കഴിക്കുക. നമുക്ക് വീട്ടിലൊക്കെ ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ബട്ടർ കേക്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. എനിക്കും പൊതുവേ ഈ ടീ കേക്ക്സ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ക്രീമും കൂടി വെച്ച് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ഞങ്ങൾ ഡിന്നറിനൊന്ന് പുറത്തു പോയി. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് അമ്മയുടെ റിട്ടയർമെൻറ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ വലിയ പാർട്ടിയൊന്നും ഇഷ്ടമില്ല, അപ്പം നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ആഘോഷിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.